ഹായ് ഫ്രണ്ട്സ്, ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഞാനും മോനുമൊക്കെ ഇതാണ് സ്ഥിരമായിട്ട് തേക്കുന്നത് തലയിൽ. അപ്പോൾ ആദ്യം അതിൻ്റെ ഇലകളൊക്കെ പറിക്കാനായിട്ട് കുറച്ചൊക്കെ വീടിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം കൈതോന്നി, പൂവാങ്കുരുന്ന് ഇതൊക്കെ വയലിൽ പോയാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വൃത്തിയായി കഴുകി അരിഞ്ഞ് അതിനെ അമ്മിയിൽ വെച്ച് അരച്ചിട്ട് അതിനെ നന്നായിട്ട് ചാറൊക്കെ പുഴുങ്ങിയെടുത്ത് വെള്ളമൊന്നും ചേർക്കാതെയാണ് അതിനെ എടുത്തത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ആദ്യം അത് ഒഴിച്ചു കൊടുത്ത് ഒരു അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുക്കേണ്ടത്, പാത്രം. എന്നിട്ട് അതിൻ്റെ ആ നീരൊഴിച്ചതിന് ശേഷം എണ്ണയും കൂടെ ഒഴിച്ച് നല്ല തീയിൽ വയ്ക്കുക. നല്ല ഫ്ലെയിമിൽ വെച്ച് നല്ല തിള വന്നതിന് ശേഷം നല്ല തിള വരും. തിള വന്ന് നന്നായിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തിള വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. ചെറിയ തീയിലിരുന്ന് അത് നന്നായിട്ട് അതിൻ്റെ അതായത് മരുന്നിൻ്റെ ആ എഫക്റ്റ് എല്ലാം എണ്ണയ്ക്കകത്ത് ഇറങ്ങി നന്നായിട്ട് വരണം. അങ്ങനെ അതെല്ലാം ഓരോ സൈഡിൽ അത് പ്രിപ്പറേഷൻ ചെയ്യുവാണ്. പിന്നെ അബിയൊന്നും വീഡിയോ എടുത്ത് തരാൻ നിന്നില്ല. ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. അവൻ കളിച്ചുകൊണ്ട് വന്ന് ഇതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ എഡിറ്റ് ചെയ്ത് തരാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ഇത് ഒരു 4-5 മാസത്തിന് മുന്നേ ഞാൻ എണ്ണ ഉണ്ടാക്കി അത് തീർന്നു. അപ്പോൾ വീണ്ടും വേണമെന്ന് തോന്നി. എനിക്കും അബിക്കും ഇതാണ് തേക്കുന്നത് തലയിൽ. അപ്പോൾ ഞങ്ങൾ കുറേശ്ശെ എടുത്ത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഒരാഴ്ചയിൽ 1-2 ദിവസം മാത്രമേ ഞങ്ങളിങ്ങനെ തേക്കാറുള്ളൂ. ഇതിൽ കാണുന്നത് നമ്മളെടുത്തതിൻ്റെ വേസ്റ്റാണ്. ഇതിൽ നിന്നാണ് പുഴുങ്ങി നന്നായിട്ട് എടുത്തത്. എന്നിട്ട് അതിൻ്റെ വേസ്റ്റുകളാണ് ഇത് കാണുന്നത്. അത് ഇനിയും നന്നായിട്ട് അരച്ച് കഴിഞ്ഞാൽ ഇനിയും കിട്ടും അതിൽ നല്ല ചാറ്. അതിൻ്റെ നല്ല പച്ച നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. തുളസിയില, പൂവാങ്കുരുന്ന്, കയ്യോന്നി, പിന്നെ ഞവരയില, ഇവിടെ ഞവരയില എന്നാണ് പറയുന്നത്. പിന്നെ മൈലാഞ്ചി, പിന്നെ നെല്ലിക്ക, ചെമ്പരത്തിപ്പൂവ്, പിന്നെ പുഷ്പത്തിൻ്റെ പൂവുണ്ടായിരുന്നു. പിന്നെ കുരുമുളക്, ഇതെല്ലാം ചേർത്തിട്ടാണ് എണ്ണ കാച്ചുന്നത്. തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും, നല്ല ഉറക്കവും കിട്ടും തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ. പിന്നെ എന്നും തേക്കാറില്ല, ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. നന്നായിട്ട് തിളച്ച് നല്ല എണ്ണയും കുറേ വറ്റും. എണ്ണയും വറ്റി വെള്ളം നല്ല എല്ലാം അതിനുള്ള വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം അതിൻ്റെ എണ്ണ മാത്രം തെളിഞ്ഞിങ്ങനെ വരും. തെളിഞ്ഞ് വരുമ്പം നമ്മൾ കുറച്ച് അരിയിട്ട് കൊടുക്കണം. അരിയിട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് എണ്ണ റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ എണ്ണ, അതായത് ആ അരി പൊരി പോലെ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ എനിക്ക് അത് 2-3 പ്രാവശ്യം ഇട്ടിട്ടും അത് റെഡി ആയില്ല. അതായത് എണ്ണ ശരിയായിട്ടില്ലായിരുന്നു. പിന്നെ കുറേ സമയം ഇങ്ങനെ ഒത്തിരി സമയം വെച്ചിരുന്നു കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് ശരിയാക്കേണ്ട, എന്നാൽ മാത്രമേ അത് റെഡി ആവത്തുള്ളൂ. അങ്ങനെ എണ്ണയൊക്കെ ഏകദേശം റെഡിയായി. എണ്ണ റെഡിയായതിന് ശേഷം ഞങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്ത് തറയിൽ ഇറക്കിയായിരുന്നു. ഇറക്കിയിട്ട് കുറച്ച് സമയം അത് വെയിറ്റ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വെച്ച്, എന്നിട്ട് എണ്ണ വാങ്ങിയ കുപ്പിയിൽ, അതായത് ആ ടിന്നിൽ തന്നെ ഞാൻ തണുത്തതിന് ശേഷം അരിച്ചൊഴിക്കുകയാണ് എണ്ണ. അതായത് അതിൻ്റെ വേസ്റ്റെല്ലാം ആ കൊത്തെല്ലാം അടിയിൽ അടിഞ്ഞ് ചേർന്ന്. പിന്നെ അതിന് ശേഷം അതൊരു കുപ്പിയിലോട്ടാക്കി. പിന്നെ എൻ്റെ ബ്രദറിന് വേണമെന്ന് പറഞ്ഞ് അവന് അങ്ങനെ ഒരു ചെറിയൊരു കുപ്പിയിലോട്ട് ഞാൻ ആക്കി കൊടുക്കുവാണ്. അതിന് ഇച്ചിരി മതി, അവൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ ഉണ്ടാക്കിയപ്പോഴേ പറഞ്ഞു എനിക്ക് കുറച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനും കുറച്ച് ഒരു കുപ്പിയിലാക്കി. ബാക്കി ഞാനും എൻ്റെ അബിക്കും വേണ്ടിയിട്ട് ബാക്കിയെല്ലാം റെഡിയാക്കി അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അവനെ അബിയെ നിർബന്ധിക്കണം തലയിൽ തേക്കി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ആ എണ്ണയിൽ അടിയിൽ കിടന്ന ആ കൊത്താണത്. അത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ അത് ഉറങ്ങിയിരിക്കും. ഞങ്ങളെ വീഡിയോ കാണുക, സപ്പോർട്ട്